ഹായ് ഓൾ, ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. എൽസിൻ ബ്രാൻഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുറ്റം അടിക്കുന്ന ചൂലാണ്. ഔട്ട്ഡോർ അടിക്കാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. കോക്കനട്ടിൻ്റെ ലീഫ് ഈർക്കിലി അല്ല, ഇത് ഓയിൽ പാമിൻ്റെ ഈർക്കിലി വെച്ചുണ്ടാക്കിയിരിക്കുന്ന ചൂലാണ്. വളരെ സ്ട്രോങ് ആണ്. നല്ല അതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊന്നും അഴിഞ്ഞു പോകത്തില്ല. തന്നെയല്ല, ഈർക്കിലിയൊക്കെ നല്ല ഫ്ലെക്സിബിളാണ്. നല്ല നീളത്തിൽ തന്നെ, നീളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കുനിഞ്ഞ് നിന്ന് അടിക്കേണ്ട. നടുവേദനയോ അല്ലെങ്കിൽ നട്ടലിന് പ്രശ്നമുള്ളവർക്കോ സയാറ്റിക്ക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് കുനിഞ്ഞ് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഒരുവിധം നേരെ നിന്ന് നൂർന്ന് നിന്നൊക്കെ ഇത് അടിച്ച് മുറ്റം ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതല്ല, ഇറക്കുമതി ചെയ്ത ഈർക്കിലിയാണ്. നാട്ടിൽ അതിനെ കെട്ടി ചൂലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ആമസോണിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആമസോണിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാം സ്റ്റിക്ക് ബ്രൂം എന്ന പേരിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കോക്കനട്ടിൻ്റെ ഈർക്കിൽ വെച്ചിട്ട് മുറ്റം അടിക്കുമ്പോഴത്തേക്കും ഇത് എത്രയും പെട്ടെന്ന്, ഒരു മാസം പോലും നമുക്ക് നിൽക്കാറില്ല. കോക്കനട്ടിൻ്റെ അറ്റം കണ്ടിക്കാതെ തന്നെ നമ്മൾ ഉപയോഗിച്ച് മുറ്റം അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചാലും നമ്മൾക്ക് ഒരു മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ നീളം വല്ലാണ്ട് കുറയുകയും നമുക്ക് വല്ലാണ്ട് കുനിഞ്ഞ് നിന്നിട്ട് അടിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതങ്ങനെ പോവില്ല. ഇത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് മഴ വീഴുന്ന രീതിയിൽ അതിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് പൂപ്പൽ വരികയോ അങ്ങനെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് കണ്ടോളൂ, ഇതുപോലെ നമുക്ക് കല്ല്, മണ്ണ്, ഇൻ്റർലോക്ക് ഈ വക ഇതിൽ കൂടെ നന്നായിട്ട് അടിച്ചു പോകാൻ പറ്റും. എൻ്റെ മുറ്റത്താണെങ്കിൽ നിറയെ മരങ്ങളാണ്, അതുകൊണ്ട് ഞാനിത് നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.